കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വൻറ്റ് ടോക്കിലെ 8-ാം ദിവസം ഏവർക്കും സ്വാഗതം. ക്രിസ്മസിലേക്ക് നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥനയിൽ ജീവിതം ശുദ്ധീകരിച്ചുകൊണ്ട്, ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നു. ഇന്ന് ക്രിസ്മസിലെ 8-ാം ദിനമായി. കഴിഞ്ഞ 8 ദിവസം നമ്മൾ പ്രാർത്ഥനയിലും ദൈവവചനം കൊണ്ട് നമ്മൾ ധ്യാനിക്കുകയും ദൈവവചനം കൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നത്തെ ഒരു ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23 വാക്യം നമ്മളെ ഇപ്രകാരം നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, 2 വാക്ക് മാത്രം ഓർത്താൽ മതി: ഫലം, ദാനം, അല്ലെങ്കിൽ വേജസ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പം ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നു, ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, അതിനൊരു ഫലം എനിക്ക് ലഭിക്കുന്നു. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പാടത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ പാടത്തിൻ്റെ ഉടമസ്ഥൻ എനിക്ക് ഒരു ദിവസത്തെ ഒരു ഫലം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആ ശുശ്രൂഷൻ്റെ ഫലം എനിക്ക് തരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ഭാഗത്തിൽ, വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത്, ഈ ജീവിതം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്, ദാനമാണ്. അതായത് കർത്താവായ യേശു മിശിഹ മുഖേന നമ്മളിലേക്ക് ഇറങ്ങി വന്ന ഒരു വലിയൊരു ദാനമാണ്. ഇത് വലിയൊരു ഗിഫ്റ്റാണ് ഈശോ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഓരോ ക്രിസ്മസ് ഇസ് ദ ഗിഫ്റ്റ്. നമ്മൾ പറയും ഇത് ജീസസ് ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നു, നമ്മൾ കരോൾ പാടിപ്പോകുന്നു, എല്ലാം സന്തോഷമാണ്. പക്ഷെ അതിലേറെ സന്തോഷമുണ്ടാകുന്നത് ഇത് എനിക്ക് വേണ്ടി ഒരു ദാനമാണ്. പുതിയൊരു ജീവിതമായി, പുതിയൊരു വ്യക്തിയായി, പുതിയൊരു മനുഷ്യനായി, ദൈവത്തിൻ്റെ ഇച്ഛയിലും സാദൃശ്യത്തിലും ദൈവത്തിനെ പോലെ ചിന്തിക്കാനും ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പുതിയൊരു ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പക്ഷേ ഈ ഒരു ദാനം, ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ ദാനം മുഖാന്തരം നമ്മൾ വീണ്ടും കർത്താവിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലം നമുക്ക് കർത്താവിനെ ദാനമായി സ്വീകരിച്ചത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.